ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബബിൾ സോർട്ട് അൽഗോരിതം ആണ്. ഓക്കെ, അപ്പം എന്താണ് ആക്ച്വലി സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ? സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ ഡേറ്റയെ അറേഞ്ച് ചെയ്യുക. സോ അതിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുക. ഇപ്പം ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ആകാം, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ആകാം. ഇപ്പോൾ കുറേ നമ്പേഴ്സ് വന്നിട്ട് ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് ഒന്നെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ നമുക്ക് ആ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ആ അറേഞ്ച് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ ഡേറ്റ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കാൻ പോകുന്ന സോർട്ടിംഗ് എന്ന് പറയുന്നത് ബബിൾ സോർട്ട് ആണ്. കുറേ ടൈപ്പ് ഓഫ് സോർട്ടിങ് നമുക്കുണ്ട്. സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ദെൻ ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, അങ്ങനെയൊക്കെ കുറേ ടൈപ്പ് ഓഫ് സോർട്ടിംഗ് മെക്കാനിസംസ് നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ബബിൾ സോർട്ട് ആണ്. ഓക്കെ, ബബിൾ സോർട്ട് എന്ന് പറയുന്ന ഒരു സിംപിളസ്റ്റ് അൽഗോരിതം ആണ്. സിമ്പിളായിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ ബബിൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഡേറ്റ സെറ്റ് ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആവറേജ് കേസും വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞ ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം അത് ലാർജ് ഡേറ്റ സെറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ചൊരു പ്രോബ്ലം ആണ്. പക്ഷേ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോർട്ടിംഗ് അൽഗോരിതം ആണ് ഈ പറയുന്ന ബബിൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആ അൽഗോരിതം ഒന്ന് ജസ്റ്റ് നോക്കാം. അതിനുശേഷം നമുക്ക് അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതെന്ന് നോക്കാം. സോ ഇതാണ് അൽഗോരിതം. ഈ അൽഗോരിതം പറയുന്നത് എന്താണ്? ബിഗിൻ ബബിൾ സോർട്ട് ലിസ്റ്റ്. നമ്മളൊരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റയാണ് നമ്മൾ ഡേറ്റ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഫോർ ഓൾ എലമെന്റ്സ് ഓഫ് ലിസ്റ്റ്, എല്ലാ എലമെന്റ്സും ലിസ്റ്റിലെ എല്ലാ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്യുക? ഈ ലിസ്റ്റ് ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ലിസ്റ്റ് ഓഫ് ഐ പ്ലസ് വൺ. ഓക്കെ, അപ്പം അതായത് ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത്, അതായത് ആ ലിസ്റ്റിലെ ആദ്യത്തെ എലമെന്റ് ഗ്രേറ്റർ ദാൻ രണ്ടാമത്തെ എലമെന്റ് ആണെങ്കിൽ അതാണ് ഐ പ്ലസ് വൺ എന്ന് പറയുന്നത്. സപ്പോസ് ഐ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് വണ്ണിൽ വരുന്ന എലമെന്റ്, അതായത് ഫസ്റ്റ് എലമെന്റ് ഗ്രേറ്റർ ദാൻ ഐ പ്ലസ് വൺ എന്ന് പറഞ്ഞ സെക്കൻഡ് എലമെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർചേഞ്ച് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു ലിസ്റ്റിൽ ഇപ്പൊ ആദ്യം 20 ആണ് കിടക്കുന്നത്. ഫസ്റ്റ് നമ്പർ 20 ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഒരു 5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്പർ 20ഉം സെക്കൻഡ് നമ്പർ 5ഉം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ സോർട്ട് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, ഇൻക്രീസിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. സോ എന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞ 20ഉം രണ്ടാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞ എന്താണ്? 5ഉം ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ 20 ഗ്രേറ്റർ ദാൻ 5 ആണ് അല്ലെ? അപ്പൊ അത് ആ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ സോർട്ട് ചെയ്യണം അല്ലെ? അപ്പൊ ആദ്യം എനിക്ക് ചെറിയ നമ്പർ വേണം വരാൻ, അതിനുശേഷമേ അതിനേക്കാൾ വലിയ നമ്പർ വരാൻ പാടുള്ളൂ അല്ലെ? സോ അങ്ങനെയാണ് ഞാൻ സോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഇതിനെ സ്വാപ്പ് ചെയ്യണം. അപ്പൊ സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റർചേഞ്ച് ചെയ്യുക. ആ രണ്ട് എലമെന്റുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? പൊസിഷൻ മാറ്റി കൊടുക്കുക, ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പം 5 എന്ന് പറയുന്ന ആദ്യവും വരും, 20 എന്ന് പറയുന്നത് രണ്ടാമതും വരും. സോ അവിടെ സോർട്ടായി. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സോർട്ടിങ് ചെയ്യുന്നത്. സോ അതിനാണ് ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്വാപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ ഇത് ചെയ്താൽ മതി. അതായത് അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റുകളെ എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നു. വലിയ എലമെന്റ് എന്ന് പറയുന്നത് ആദ്യവും ചെറിയ എലമെന്റ് എന്ന് പറയുന്നത് രണ്ടാമതാണ് കിടക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ അതിനെ തിരിക്കുക. ഓക്കെ, ചെറിയ എലമെന്റ് ആദ്യവും വലിയ എലമെന്റ് നെക്സ്റ്റും ആക്കുക. ഓക്കെ, സോ ഇതാണ് ബബിൾ സോർട്ടിന്റെ അൽഗോരിതം. സിമ്പിൾ ആയിട്ട് ഇതാണ് അതിന്റെ ടെക്നിക്ക്. ഇതാണ്, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സോ ഇതിന്റെ വർക്കിംഗ് നോക്കുക. സോ നമ്മുടെ ആദ്യം തന്നിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാന്ന് വിചാരിക്കുക. 21, 6, 9, 33, 3. സോ ഇത്ര എലമെന്റുകളുള്ള ഒരു ലിസ്റ്റ് ആണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. അപ്പൊ ഇത് അൺസോർട്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ സോർട്ടഡ് അല്ല, അൺസോർട്ടഡ് ആണ്. റാൻഡം ആയിട്ടാണ് നമ്പർ കൊടുത്തേക്കുന്നത്. ഇത് ഇൻക്രീസിംഗ് ഓർഡറിലോ ഡിക്രീസിംഗ് ഓർഡറിലോ ഒന്നും അല്ല കൊടുത്തേക്കുന്നത് അല്ലെ? അൺസോർട്ടഡ് ആയിട്ടുള്ള ഒരു അറയാണ്. ഇനി ഞാൻ ആദ്യത്തെ ഐട്രേഷനിൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ രണ്ട് എലമെന്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 21നെയും 6നെയും ഞാൻ കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ 6നെയും 21നെയും ഞാൻ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്? ഈ ആദ്യം കിടക്കുന്ന വലുതും രണ്ടാമത് കിടക്കുന്ന ചെറുതുമാണ്. അപ്പൊ എനിക്ക് എന്ത് വേണം? ഇതിനെ ആദ്യം 6നെ ഇപ്പുറത്തും കൊണ്ടുവരണം, 21നെ അപ്പുറത്തും കൊണ്ടുവരണം. ഓക്കെ, അതായത് ഞാൻ ഈ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഞാൻ ഇതിനെ സോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറുത് വേണം ആദ്യം വരാൻ, അതിനുശേഷമാണ് നെക്സ്റ്റ് എലമെന്റ് വരേണ്ടത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ സ്വാപ്പ് ചെയ്തു. സോ സ്വാപ്പ് ചെയ്യുമ്പോൾ 6 ആദ്യം വരും, പിന്നെ 21 നെക്സ്റ്റ് അപ്പുറത്ത് പോകും. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഞാൻ ചെയ്തത്. ഇത് ഫസ്റ്റ് ഐട്രേഷൻ ആണ്. ഫസ്റ്റ് ഐട്രേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത് ചെയ്തത്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റുമാണ് നമ്മൾ കമ്പയർ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ എലമെന്റും മൂന്നാമത്തെ എലമെന്റും തമ്മിൽ കമ്പയർ ചെയ്യും.
ഓക്കെ, അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ എലമെന്റ് നാലാമത്തെ എലമെന്റ് തമ്മിൽ കമ്പയർ ചെയ്യും, ദെൻ നാലാമത്തെ അഞ്ചാമത്തെ എലമെന്റ് തമ്മിൽ കമ്പയർ ചെയ്യും. സോ അങ്ങനെയാണ് ഇവിടെ കമ്പാരിസൺ വരുന്നത്, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും. പിന്നെ അതിൽ വലുതോ ചെറുതോ അത് നോക്കിയിട്ട് സ്വാപ്പ് ചെയ്യണമെങ്കിൽ സ്വാപ്പ് ചെയ്യുക. ദെൻ സെക്കൻഡ് എലമെന്റും തേർഡ് എലമെന്റും അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതും വലുതും നോക്കിയിട്ട് സ്വാപ്പ് ചെയ്യുക. ദെൻ തേർഡ് എലമെന്റും ഫോർത്ത് എലമെന്റും അവിടെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, ചെറുതും വലുതും ആണോ നോക്കിയിട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഓർഡർ തെറ്റിയാ വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ സ്വാപ്പ് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ 21 9 കൂടാണ് ഇനി കമ്പയർ ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത്, 9 ഇപ്പുറത്ത് വരണം, 21 അപ്പുറത്ത് പോകണം അല്ലെ. സോ ഞാൻ എന്ത് ചെയ്തു, അതിനെ സ്വാപ്പ് ചെയ്തു. ഇനി മൂന്നാമത് ഞാൻ എന്താ ചെയ്യുക, ഇനി ഞാൻ ചെയ്യുന്നത്, അപ്പൊ 21 9 ഞാൻ കമ്പയർ ചെയ്ത്, ഇനി ഞാൻ ചെയ്യുന്നത് 21 ഈ 33 കൂടാണ് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 21 33 ഞാൻ കമ്പയർ ചെയ്തു. പക്ഷെ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നോക്കുമ്പോൾ എന്താണ്, കറക്റ്റ് ഓർഡറിലാണ് കിടക്കുന്നത് അല്ലേ. 33 രണ്ടാമതാണ്, 21 അതായത് ചെറുതാണ് ആദ്യം വന്നിരിക്കുന്നത്, അതിനേക്കാൾ വലുതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ഓർഡറിലാണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ സ്വാപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ എഴുതാം. ഇനി ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യുക, ഈ 33 3 കൂടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്, ഫോർത്ത് സ്റ്റെപ്പ്. സോ 33 3 ഞാൻ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോഴത്തേനും എന്ത് എനിക്ക് മനസ്സിലായി, 33 ഇപ്പുറത്ത് വരണം. അപ്പൊ ഞാൻ സ്വാപ്പ് ചെയ്തു. അപ്പൊ സ്വാപ്പ് ചെയ്യുമ്പോൾ 3 ഇപ്പുറത്ത് വരും, 33 ലാസ്റ്റ് വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, എന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഫൈനലി ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഐട്രേഷൻ കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഏറ്റവും വലിയ എലമെന്റ് ഏറ്റവും ലാസ്റ്റ് വരും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യത്തെ ഐട്രേഷൻ കഴിയുമ്പോൾ ഏറ്റവും വലിയ എലമെന്റ് ഏറ്റവും ലാസ്റ്റ് വരും. ഇനി ഇനിയുള്ള ബാക്കിയുള്ളതിൽ ഏറ്റവും വലിയ എലമെന്റ് ഏതാ, 21 ആണ് അല്ലേ. അപ്പൊ അടുത്ത ഐട്രേഷൻ ഇതുപോലെ കഴിയുമ്പോൾ ഈ 21 ആയിരിക്കും 33യുടെ തൊട്ടിപ്പുറത്ത് വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഐട്രേഷൻ, അപ്പം സെക്കൻഡ് ഐട്രേഷനിൽ ഇങ്ങനെ വരും, 21 വരും ഇവിടെ. അതിന് നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ് തന്നെ, രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ നെക്സ്റ്റ് 21 ആയിരിക്കും രണ്ടാമത്തെ വലുതെന്ന് പറയുന്നത് ഇവിടെ വരുന്നത്. അതിനുശേഷം എന്ത് വരും, 9 വരും, ദെൻ 6 വരും അല്ലെ. 3യും 6 നോക്കും, 6 വരും, പിന്നെ 3 ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ ഇവിടെ 4 ഐട്രേഷൻ വേണ്ടി വന്നു. ഒരു 4 ഐട്രേഷൻ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സോർട്ടഡ് ആകുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ബബിൾ സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബബിൾ സോർട്ട് എന്ന് പറഞ്ഞ ടെക്നിക്ക്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് അഡ്ജസന്റ് ആയിട്ടുള്ള എലമെന്റുകളെ തമ്മിൽ, രണ്ട് എലമെന്റുകൾ നമ്മൾ എടുക്കുക, അവർ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക, വലുത് ഏതാണ് ചെറുത് ഏതാണ് എന്നുള്ളത് നോക്കുക. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഓർഡർ ചെയ്യുക. ഇൻക്രീസിങ് ഓർഡറിലാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോർട്ടിങ് എന്ന് പറഞ്ഞ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അവിടെ ഇൻക്രീസിങ് ഓർഡർ വേണോ ഡിക്രീസിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബബിൾ സോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഐട്രേഷൻ കഴിയുമ്പോൾ ഏറ്റവും വലിയ എലമെന്റ് ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഏറ്റവും വലിയ എലമെന്റ് ആയിരിക്കും. നെക്സ്റ്റ് അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്നത് ആ ലിസ്റ്റിലുള്ള അടുത്ത വലിയ എലമെന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് ഓരോ ഐട്രേഷനിലും എന്ത് ചെയ്യുക, ഈ ഒരു ലിസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.